നമസ്കാരം, എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ്. ഞാൻ സ്വീറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഈ അടുത്ത കാലത്ത് കേരളത്തിൽ HIV ബാധിതരുടെ എണ്ണം, പ്രത്യേകിച്ച് ജെൻസി, അതായത് 14 വയസ്സ് മുതൽ 29 വയസ്സ് വരെയുള്ള ആൾക്കാരുടെ ഇടയിൽ കൂടി വരുന്നതായിട്ടാണ് പഠനങ്ങൾ അല്ലെങ്കിൽ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2019 മുതൽ ഓരോ വർഷം കഴിയുന്തോറും 2025 വരെ ഓരോ വലിയ രീതിയിൽ തന്നെ ഒരു ഇൻക്രീസ് പെർസെൻറ്റേജ് വൈസ് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുമെന്നുള്ളത് വളരെ പ്രധാനമായും ക്രിട്ടിക്കലി നമ്മുടെ സൊസൈറ്റി ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പോപ്പുലേഷൻ്റെ ഇടയിൽ, അതായത് ഈ ജെൻസി 14 വയസ്സ് മുതൽ 29 വയസ്സ് വരെയുള്ള ആൾക്കാരുടെ ഇടയിൽ സെക്ഷുവലി ട്രാൻസ്മിറ്റിംഗ് ഡിസീസ്, പ്രത്യേകിച്ച് HIV AIDS തുടങ്ങിയ അസുഖങ്ങൾ വരുന്നു എന്ന് ചോദിച്ചാൽ അതിൽ പല കാരണങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. ഒന്ന് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഡേറ്റിംഗ് ആപ്പുകളുടെ തന്നെ വളരെ വലിയൊരു ഉപയോഗം ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ നമുക്കിന്ന് വളരെയേറെ കാണാനായിട്ട് കഴിയും. ഇപ്പോൾ ഡേറ്റിംഗ് ആപ്പുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ സിവിലൈസേഷനിൽ ഡേറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കുന്ന ആ പർപ്പസിലല്ല നമ്മുടെ നാട്ടിൽ ഡേറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഡേറ്റിംഗ് ആപ്പുകൾ പലപ്പോഴും ഒരു സെക്ഷൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് മോസ്റ്റ്ലി വൈഡ്ലി ഡേറ്റിംഗ് ആപ്പുകളൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഡേറ്റിംഗ് ആപ്പുകളുടെ ഉപയോഗം പല ആൾക്കാരെയും ഫൈനലി ഇത്തരത്തിലുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിനകത്തേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നതും ഇതൊക്കെ തന്നെ ഒരു സെക്ഷലി ട്രാൻസ്മിറ്റിംഗ് ഡിസീസിന് കാരണമാകുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്റ്റുഡൻറ് മൈഗ്രേഷൻ. പഠിക്കാനായിട്ട് വേറെ ദൂര സ്ഥലങ്ങളിൽ ചെന്ന് നിന്ന് താമസിക്കുമ്പോൾ, അപ്പോൾ ഈ കുട്ടികളൊക്കെ തന്നെ പലപ്പോഴും അവർക്കൊരു അൺബ്രിറ്റിൽഡ് ആയിട്ടുള്ളൊരു ഫ്രീഡം ശരിയായ രീതിയിൽ ഉപയോഗിക്കാത്തത് കാരണം തന്നെ പലപ്പോഴും കാഷ്വൽ ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിനകത്തേക്ക് പലരും പോകുന്നത് ഇത്തരത്തിലുള്ള സെക്ഷലി ട്രാൻസ്മിറ്റിംഗ് ഡിസീസ് വർദ്ധിച്ചു വരുന്നതിന് കാരണമാകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുക എന്നുള്ളത്, ഇപ്പോൾ ജനറലി ഒരു പോസ്റ്റ് മോഡേൺ തോട്ട്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സെക്സ് എഡ്യൂക്കേഷനകത്തൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സേഫ് ആയിട്ടുള്ള മെത്തേഡ്സിൽ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. അതായത് കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ വളരെ റിയലിസ്റ്റിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ളതും മോസ്റ്റ് പ്രൊട്ടക്റ്റീവുമായിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സെക്ഷൽ റിലേഷൻഷിപ്പ് മാരിറ്റൽ ലൈഫിനകത്ത് കൺഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് പോസ്റ്റ് മാരിറ്റൽ അല്ലെങ്കിൽ പ്രീ മാരിറ്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് അവോയ്ഡ് ചെയ്യുന്നത് പോലെ ഏറ്റവും സേഫസ്റ്റ് മോസ്റ്റ് പ്രൊട്ടക്റ്റീവുമായിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് വേറെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള, ഏറ്റവും ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യം. അപ്പോൾ അത് നമ്മുടെ സൊസൈറ്റിയിൽ നമ്പർ 1 ആയിട്ട് ഡിസ്കസ് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്യേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ്. അല്ലാതെ സേഫസ്റ്റ് ആയിട്ടുള്ള കോൺട്രസെപ്റ്റീവ്സ് യൂസ് ചെയ്യുക എന്നുള്ളതല്ല ഒരു ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ ലൈഫ്, പ്രത്യേകിച്ച് യങ്ങർ ജനറേഷൻസ് ഒക്കെ തന്നെ സെൽഫ് കൺട്രോളിലേക്ക് കൊണ്ടുവരേണ്ടുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാം അതിൻ്റേതായിട്ടുള്ള സമയത്ത് അതിൻ്റേതായിട്ടുള്ള പ്ലേസിൽ പ്രോപ്പറായിട്ടുള്ള മെത്തേഡ്സിൽ പ്രോപ്പറായിട്ടുള്ള വേയിൽ ഏറ്റവും ഫങ്ഷനിങ് ആയിട്ടുള്ള രീതിയിൽ മാരിറ്റൽ ലൈഫിനകത്തേക്ക് സെക്ഷൽ റിലേഷൻഷിപ്പിനെ കൊണ്ടുവരിക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട സിവിലൈസ്ഡ് ആയിട്ടുള്ള കൾച്ചറൽ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് നമ്മൾ യങ്ങർ ജനറേഷൻ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ചിന്തിച്ച് അവരുടെ വാക്കുകളും പ്രവർത്തികളും വരികയാണെങ്കിലാണ് ഈ ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്ന സെക്ഷലി ട്രാൻസ്മിറ്റിംഗ് ഡിസീസ്, പ്രത്യേകിച്ച് യങ്ങർ ജനറേഷനിൽ കാണുന്നത്, വരും വർഷങ്ങളിൽ കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമ്മുടെ സമൂഹം വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.